പല വിദ്യാർത്ഥികൾ പല ആവർത്തി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്ന്. നോർമലി ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ലോങ്ങിവിറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ്. വേറെ ഒരു കാര്യം കൂടി പറയാം, 2019 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവസാന ചാൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം അവരുടെ 5 വർഷത്തിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ 4th സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ കഴിയുന്നതോടുകൂടി 2010 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമോ അല്ലെങ്കിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ എഴുതാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ക്ലാരിഫിക്കേഷൻ എങ്ങനെ വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ട് ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെങ്കിൽ ഓൺവേർഡ്സ് എന്ന് പറയാറുണ്ട്. അതിൽ നിങ്ങളുടെ അഡ്മിഷൻ ഇയർ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ വർഷം അവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സാധാരണ നമ്മുടെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കുക. എന്നിട്ടും അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും മൂന്നാമത്തെ ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ ജനസേവാ കേന്ദ്രം പോലുള്ള അങ്ങനെയുള്ള അക്ഷയ വഴി എന്ത് ചെയ്യുക, ചോദിച്ചു നോക്കുക. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ആണോ, സൈറ്റ് ഹാങ് ആയതാണോ, അങ്ങനെ 2-3 വട്ടം ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങളെ വർഷം അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി നിങ്ങൾക്കുള്ള പോം വഴി സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ സെമസ്റ്റർ എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യുമ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ നോട്ടിഫിക്കേഷനിൽ ഈ വർഷം മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു നോക്കുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നില്ലെങ്കിൽ സംതിങ് ഫിഷ് എന്ന കാര്യം ആദ്യം ഓർക്കുക. വീണ്ടും ട്രൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്ന കാരണം കൊണ്ടാണോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് എന്താണ് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അക്ഷയ വഴി ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉറപ്പിക്കുക ഇനി എനിക്ക് എഴുതാൻ പറ്റുന്നത് സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വഴിയാണെന്ന കാര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.